ആലുവയിലെ 5 വയസ്സുകാരി മുതൽ ഏറ്റവും ഒടുവിൽ പാലക്കാട് നടുപ്പുണയിൽ ക്രൂരപീഡനത്തിനിരയായ 3 വയസ്സുകാരി വരെയും 2023 വേദനയാണ്. 5 വയസ്സുകാരിയെ ക്രൂരപീഡനത്തിനിരയാക്കി കൊന്തള്ളിയ സംഭവത്തിൽ കുറ്റവാളി അസഫ കാലത്തിന് തൂക്കുകയർ വിധിച്ചെങ്കിലും കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഓരോ ദിവസവും വർദ്ധിക്കുന്നതാണ് കണക്ക്. ഇക്കഴിഞ്ഞ 5 വർഷത്തിനിടെ സംസ്ഥാനത്ത് ലൈംഗിക പീഡനത്തിന് ഇരയായത് 9604 കുട്ടികളാണ്. 200-ലധികം കുട്ടികൾ കൊല്ലപ്പെടുകയും ചെയ്തു. നമ്മുടെ നിയമ സംവിധാനം ശക്തമാണെന്ന് വീമ്പ് പറയുമ്പോഴും വണ്ടിപ്പെരിയാറിൽ കൊല്ലപ്പെട്ട 6 വയസ്സുകാരിക്ക് നീതി ലഭിച്ചുവോ എന്ന ചോദ്യം അവശേഷിപ്പിച്ച് തന്നെയാണ് 2023 പടിയിറക്കം. സാക്ഷരതയ്ക്കും ആരോഗ്യ പരിപാലനത്തിനുമൊക്കെ ഏറെ മുമ്പിലുള്ള സംസ്ഥാനമാണ് നമ്മളുടേത്. എന്നാൽ അതേപോലെ തന്നെ കുട്ടികളെ പീഡിപ്പിക്കുന്ന കാര്യത്തിലും ലൈംഗികമായി പീഡിപ്പിക്കുന്ന കാര്യത്തിലും കേരളം ഏറെ മുമ്പിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് എന്നത് വളരെ ദുഃഖകരമായ ഒരു വസ്തുതയാണ്. 2023 നവംബർ വരെ മാത്രം 4274 കേസുകളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിലേറെയും മലപ്പുറം ജില്ലയിലാണ്. പോയ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ കേസുകൾ കൂടുകയാണ് എന്നതും വളരെ ഞെട്ടിക്കുന്ന ഒരു വസ്തുതയാണ്. കൂടുതലും കുട്ടികൾ പീഡനത്തിനിരയായിട്ടുള്ളത് വീടുകളിലാണ്. ഏറെയും പീഡിപ്പിക്കപ്പെട്ടത് വീടുകളിലാണ്. അതുപോലെ സ്കൂളുകൾ, മതപാഠശാലകൾ, വാഹനങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ തന്നെ കുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് പെൺകുട്ടികൾ മാത്രമല്ല, ആൺകുട്ടികളും ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെട്ട കേസുകൾ നിരവധിയാണ്. ഇത്തരത്തിൽ നിരവധി പീഡന കേസുകളാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ ഏറ്റവും ഞെട്ടിക്കുന്നൊരു കേസുണ്ടായത് കഴിഞ്ഞ ജൂലൈയിൽ ആലുവയിലായിരുന്നു. അവിടെ ഇതര സംസ്ഥാന തൊഴിലാളി ദമ്പതിമാരുടെ 5 വയസ്സുകാരിയായ മകളെ തട്ടിക്കൊണ്ടുപോയി ആലുവ മാർക്കറ്റിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച് ബലാത്സംഗം ചെയ്ത് കൊല്ലുകയായിരുന്നു. ആ കേസിലെ പ്രതി അസ്ഫ കാലത്തിന് ഈ നവംബറിലാണ് കോടതി വധശിക്ഷ വിധിച്ചത്. വലിയ ഒരു ശിക്ഷ തന്നെ ആ പ്രതിക്ക് കിട്ടി. അതേപോലെ ആലുവയിൽ തന്നെ മറ്റൊരു നടക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. സെപ്റ്റംബറിൽ അവിടെ ഒരു ഇതര സംസ്ഥാന തൊഴിലാളി ദമ്പതിമാരുടെ കുട്ടിയായ 8 വയസ്സുകാരിയെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു. ആ കേസിൽ പിടിയിലായത് തിരുവനന്തപുരം ചെങ്കൽ സ്വദേശിയായ ക്രിസ്റ്റൽ രാജ് എന്നയാളാണ്. പാലക്കാട് നടുപ്പുണിയിൽ അച്ഛനമ്മമാരോടൊപ്പം ഉറങ്ങിക്കിടന്ന ഒരു 3 വയസ്സുകാരി എടുത്തുകൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ 77കാരൻ അടുത്തിടെ പിടിയിലായിരുന്നു. വർക്കലയിൽ നിന്ന് സമാനമായ ഒരു കേസുണ്ടായി. അവിടെ 4ഉം 7ഉം വയസ്സ് വീതമുള്ള 2 സഹോദരിമാരെ പീഡിപ്പിച്ച കേസിൽ പിടിയിലായത് 88 വയസ്സുള്ള വാസുദേവൻ എന്ന ആളാണ്. അതുപോലെ മലപ്പുറത്താണെങ്കിൽ സ്കൂൾ കലോത്സവത്തിനിടയിൽ പെൺകുട്ടികളെ ചൂഷണം ചെയ്ത ഒരു ബിജു എന്ന അധ്യാപകനെ പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവം ഉണ്ടായിരുന്നു. മലപ്പുറത്ത് തന്നെ കരളായിലെ ഒരു സ്കൂളിൽ നൌഷർ ഖാൻ എന്ന അധ്യാപകനെതിരെ പരാതി നൽകിയത് സ്കൂളിലെ 16 പെൺകുട്ടികളാണ്. പീഡന പരാതി നൽകിയത് 16 പെൺകുട്ടികളാണ്. ഏറ്റവും ഒടുവിൽ നടക്കുന്ന ഒരു സംഭവം ശബരിമലയിൽ നിന്ന് പോലും റിപ്പോർട്ട് ചെയ്തു. ശബരിമല സന്നിധാനത്ത് വെച്ച് 7 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമമുണ്ടായി. മലപ്പുറത്തു നിന്നും ശബരിമലയിൽ പോയ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് ആ തീർത്ഥാടക സംഘത്തിൽ തന്നെ ഉണ്ടായിരുന്ന 62 വയസ്സുള്ള സുബ്രഹ്മണ്യൻ എന്ന ആളാണ്. ഈ പ്രതിയെയും പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ നിരവധി കേസുകൾ അനുദിനം പോക്സോ കേസുകൾ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്നുണ്ട്. ഏറ്റവും ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ പോക്സോ കേസുകളിൽ നല്ല കടുത്ത ശിക്ഷ തന്നെ പല കേസുകളിലും, മിക്ക പോക്സോ കേസുകളിലും കടുത്ത ശിക്ഷ തന്നെ പ്രതികൾക്ക് ലഭിക്കുന്നു എന്നത് വലിയൊരു ആശ്വാസകരമായ ഒരു കാര്യമാണ്. സമൂഹത്തിനാകെ ഒരു ആശ്വാസം പകരുന്ന കാര്യമാണത്. ഇതിന് ഏറ്റവും വലിയൊരു അപവാദം പക്ഷേ ഉണ്ടായത് വണ്ടിപ്പെരിയാർ കേസിലാണ്. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊന്നു കെട്ടിത്തൂക്കിയ കേസിൽ പ്രതിയെ കോടതി വെറുതെ വിടുകയായിരുന്നു. ആ വിധിക്കെതിരെ വ്യാപകമായ പ്രതിഷേധവും ഉണ്ടായി. പോലീസ് അറസ്റ്റ് ചെയ്ത ആളല്ല യഥാർത്ഥ പ്രതിയെങ്കിൽ പിന്നെ മറ്റാരാണ് ആ കുട്ടിയെ പീഡിപ്പിച്ചു കൊന്നത് എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. മറ്റൊരു കാര്യം, നിയമശക്തമായപ്പോൾ തന്നെ വ്യാജ പോക്സോ കേസുകളുടെ എണ്ണവും വർദ്ധിക്കുന്നു എന്നതാണ്. പലരും നിയമം ദുരുപയോഗം ചെയ്ത് വ്യാജ കേസുകൾ നൽകുന്നുണ്ട്. ദാമ്പത്യ പ്രശ്നം ഉണ്ടാകുമ്പോൾ പങ്കാളിയെ തോൽപ്പിക്കാൻ വേണ്ടി പലരും കുട്ടികളെ കരുവാക്കുന്നു. ഇടുക്കിയിൽ നിരപരാധിയായ ഒരു ആദിവാസി യുവാവ് 98 ദിവസം ജയിലിൽ കിടക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഈ കേസിൽ തെറ്റുപറ്റിയത് അന്വേഷണ ഉദ്യോഗസ്ഥർക്കാണ്. ഇടുക്കിയിൽ തന്നെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ 19 ദിവസം ജയിൽവാസം അനുഭവിച്ചു. അദ്ദേഹത്തിന് നീതി ലഭിച്ചത് 2023 കണ്ണൂരിൽ ഒരു സംഭവം അടുത്ത കാലത്തുണ്ടായി. ഒരു അധ്യാപകനെ വ്യാജ പോക്സോ കേസിൽ കുടുക്കിയിരുന്നു. ആ സംഭവത്തിൽ വിദ്യാർത്ഥിനിയുടെ മാതാവും അധ്യാപകരും അടക്കം 4 പേർക്കെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടു. കണ്ണൂരിൽ സമീപ ദിവസങ്ങളിലും 2 സംഭവങ്ങളുണ്ടായി. യുവാവിനെ കള്ളക്കേസിൽ കുടുക്കിയ ഭാര്യയ്ക്കും ഭാര്യയുടെ മാതാവിനുമെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടിരുന്നു. അതിലും ഞെട്ടിക്കുന്നൊരു സംഭവം സമീപകാലത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായത്, ഒരു അധ്യാപകനെ പോക്സോ കേസിൽ 4 വിദ്യാർത്ഥികളെ പീഡിപ്പിച്ചു വന്ന കേസിൽ കോടതി വെറുതെ വിട്ട അധ്യാപകന്റെ കാലിൽ വീണ് പരാതിക്കാരി ഒരു വിദ്യാർത്ഥിനി മാപ്പ് പറയുന്ന അവസ്ഥയുണ്ടായി. കണ്ണൂരിൽ തന്നെ കോടതി വരാന്തയിൽ വെച്ച് വിദ്യാർത്ഥിനി മാപ്പ് പറഞ്ഞു. മുഴക്കുന്ന് സ്വദേശിയായ ഹസൻ മാസ്റ്റർ എന്നൊരു അധ്യാപകനെയാണ് കോടതി വെറുതെ വിട്ടത്. അദ്ദേഹത്തെ രാഷ്ട്രീയ വിരോധം തീർക്കാനും മറ്റുമായി കള്ളക്കേസിൽ കൊടുക്കുകയാണ് എന്നാണ് അവസാനം വ്യക്തമാകുന്നത്.
ഇത്തരത്തിൽ വ്യാജ കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. നിയമം ഇങ്ങനെ ദുരുപയോഗം ചെയ്യുമ്പോൾ അത് യഥാർത്ഥത്തിൽ കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിക്കുന്ന ഈ കാലത്ത് യഥാർത്ഥ പോക്സോ കേസുകളുടെ ഗൗരവം കുറയ്ക്കാൻ പോലും ഇത് വഴിതെളിക്കും എന്നത് വലിയ ഗൗരവകരമായ ഒരു കാര്യമാണ്. പുതുവർഷത്തിലെങ്കിലും ആളുകൾ ഇത്തരം പ്രവൃത്തികളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.